രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അത് കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന 2 ചെടികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലത്തെ ഒന്ന് ലോറ പെറ്റാലം. ഈ ഫോട്ടോയിൽ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള റൂബി കളർ ഇലകളും പിങ്ക് കളർ പൂക്കളുമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. ഒരുപാട് വെയിൽ കൊള്ളുന്നിടത്ത് വയ്ക്കരുത്. വളരെ നല്ല ചെടിയാട്ടോ ഇത്. ഇതിനെക്കുറിച്ച് പഠിക്കാം നമുക്കിപ്പോൾ. പൊതുവെ രോഗങ്ങളും കീടബാധയൊക്കെ കുറവായിട്ടുള്ള ഈ ചെടികൾ അതുകൊണ്ട് തന്നെ പൂന്തോട്ട നിർമ്മാണത്തിന് തുടക്കക്കാർക്ക് യോജിച്ചതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഈ ചെടികൾ ചെറിയ ഒരു നേരിയ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളിൽ ആണ് നടേണ്ടത്. അപ്പം നല്ല ഭംഗിയായിട്ട് വളരും. ഇൻഡോറായിട്ടാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തുള്ള ജനലിൻ്റെ അരികിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ടിരിക്കും ഇത്. അതുപോലെ നല്ല ഡ്രെയിനേജുള്ള സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ ഡ്രെയിനേജുള്ള പോട്ടുകളിലായിരിക്കണം ഈ ചെടി നടേണ്ടത്. മഴക്കാലം കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്കിതിന് വളപ്രയോഗം നടത്തണം. ഈ ചെടിയെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വെട്ടി നിർത്താം. അത് ഈ ചെടികളുടെ ഒരു പ്രത്യേകതയാണ്. ഇത് രണ്ടിൻ്റെ അതെ ലോറ പെറ്റാലം ആണെങ്കിലും ചൈന ഡോൾ ആണെങ്കിലും ഇഷ്ടമുള്ള ആകൃതിയിൽ വെട്ടി നിർത്താൻ പറ്റും. അതാണ് ഈ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. റൂബി കളറിൽ ഇലകളുള്ള ഈ ചെടിയിൽ നിറയെ ഇലകൾ, അതിനൊപ്പം തന്നെ പൂക്കളും, പിങ്ക് കളറിലുള്ള പൂക്കളും. ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഈ ചെടികളുടെ ഉള്ളിൽ നല്ല കുഞ്ഞു കുഞ്ഞു പിങ്ക് പൂക്കളാട്ടോ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വസന്തകാലത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൽ ഈ സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന തരം ചെടികൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. 2 ചെടികൾ വെറും 180 രൂപ മാത്രം, അതായത് ഒരു ചെടിക്ക് 90 രൂപ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൊരു സർപ്രൈസ് ഉണ്ട്, അത് മുഴുവനായിട്ട് കാണണം കേട്ടോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ റൂബി ലോറ പെറ്റാലത്തിൻ്റെ ചെടി പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള ചെടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ചെടിയാട്ടോ സെയിലിന് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വെറും 90 രൂപയാണ് വരുന്നത്. ഞാനിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് 4 ചെടികൾ, 2 ലോറ പെറ്റാലം, 2 അടുത്ത ചെടി, അങ്ങനെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചെടിയെ പരിചയപ്പെടാം. അത് ചൈന ഡോൾ എന്ന് പറയുന്ന ചെടിയാണ്. ഇതും ഒരു ഇൻഡോർ ചെടിയാട്ടോ. നമുക്ക് നല്ല നീർവാർച്ചയുള്ള നനവ് ക്രമീകരിക്കാൻ കഴിയുന്ന പോട്ടുകളിലാണ് ഈ സുന്ദരൻ ചെടികളെ നടേണ്ടത്. മാസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുകയാണെന്ന് വെച്ചാൽ നല്ല നിറവും തിളക്കവും ഒക്കെ ഉള്ള നല്ല കടും പച്ച നിറത്തിലുള്ള ഇലകൾ ഈ ചെടിയിൽ തിക്കായിട്ട് വളരും. ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതിൽ ഇതുവരെ പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചെടി ഇൻഡോറായിട്ട് നടാൻ പറ്റുന്നതാണ്. നല്ല ഡ്രെയിനേജുള്ള പോട്ടുകൾ വേണം തിരഞ്ഞെടുക്കാൻ. അടിഭാഗത്ത് നല്ല ഡ്രെയിനേജുള്ള പോട്ട് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇഷ്ടിക കഷ്ണങ്ങളോ ഓടും കഷ്ണങ്ങളോ ഒക്കെ കൊണ്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണ്, മണൽ, കമ്പോസ്റ്റ് ചേർത്തിട്ടുള്ള മിശ്രിതം നല്ല എയർ ടൈറ്റായിട്ട് നിറയ്ക്കാം. അതിന് മുകളിലാണ് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇതിൻ്റെ തൈകൾ നടേണ്ടത്. അതിനുശേഷം ഒരു ബലമുള്ള കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ചെടിയായിട്ടൊന്ന് ബന്ധിപ്പിച്ച് കൊടുക്കണം. അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലകൾക്ക് മഞ്ഞ നിറം കാണുകയാണെങ്കിൽ വെള്ളം കൂടുതലാണെന്നാണ്. അപ്പോൾ ഈ ചെടിക്ക് വെള്ളം കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വേറെ കീടബാധയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മഞ്ഞ നിറം കാണുകയെന്ന് വെച്ചാൽ നമ്മൾ അതിന് വെള്ളം കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെള്ളം നനയ്ക്കൽ നിർത്തണം. അതുപോലെ തന്നെ പുള്ളിക്കുത്തോ അല്ലെങ്കിൽ ഉണങ്ങുന്ന പോലെയൊക്കെ കാണുകയാണെങ്കിൽ വെള്ളം തീരെ ഇല്ല എന്നാൽ ഉടനെ തന്നെ നനച്ചു കൊടുക്കണം. ഈ ചെടികൾക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. വളരെ സെൻസിറ്റീവാണ് ഇതിൻ്റെ ഇല. അപ്പോൾ നല്ല വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഇലകളൊക്കെ നാശമായി പോകും കേട്ടോ. രാവിലെയും വൈകുന്നേരങ്ങളിലും വെയിൽ ലഭിക്കുന്ന വിധത്തിൽ വിൻഡോ സൈഡിൽ ഇവയെ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. നേരിട്ട് വെയിലേൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാതെ ആഴ്ചതോറും സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നല്ലതാണ്. ഈ ചൈന ഡോളിൻ്റെ ചെടികളും ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. 2 പ്ലാന്റിന് 180 രൂപ തന്നെയാണ് റേറ്റ്, ഓരോന്നിന് 90 രൂപ. അപ്പോൾ ഇതിൻ്റെ സർപ്രൈസ് എന്താണെന്നുള്ളതല്ലേ അത് ഞാൻ പറയാം കേട്ടോ. നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ 4 ചെടികൾ 2 എണ്ണം വീതം 4 ചെടികളാണ് ഒരു കോംബോയിലുള്ളത്. ഈ 4 ചെടികൾ നമ്മൾ ഒരുമിച്ചെടുക്കുമ്പോൾ വെറും 350 രൂപയാണ്. ഓരോ ചെടിക്ക് 90 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 4 ചെടി എടുക്കുമ്പോൾ നമുക്ക് 350 രൂപയാണ് വരുന്നത്. അതല്ല അതിൻ്റെ സർപ്രൈസ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ വീഡിയോയിലൊരു വെളുത്ത കൊലകൊലയായിട്ട് പൂക്കൾ വിരിയുന്നൊരു ചെടി കണ്ടിട്ടില്ലേ? ഇത് മണിമുല്ലയാണ് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വിരിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മുടെ എവിടെയാണോ വളർത്തിയിട്ടുള്ളത് അതിൽ മുഴുവൻ വെള്ളമയമായിരിക്കും. കൊലകൊലയായിട്ട് നല്ല സുഗന്ധമുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ വിരിയും കേട്ടോ. ഇതിൻ്റെ
ഇതിൻ്റെ 70 രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി സെയിൽ ചെയ്യുന്നത്. ഈ 70 രൂപ വിലയുള്ള ഒരു ചെടി നമുക്ക് ഈ 350 രൂപയ്ക്ക് നിങ്ങൾ 4 ചെടികൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് ഒരു മണിമുല്ലയാണ് ഈ തവണ ഞാൻ തരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഇതിന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 5 ചെടികൾക്കാണ് 350 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഓർഡർ തന്നോളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ ഒരു ഫോർമാലിറ്റി പോലെയാണല്ലോ. അതൊക്കെ ചെയ്താലേ നമുക്കിത് മുന്നോട്ട് വീഡിയോയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിയുന്നത്ര സഹകരിക്കണം. നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെടികൾ മോശമായി എന്നോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അറിയിക്കണം. ഞാനതൊക്കെ റീസെയിൽ ചെയ്യുന്നുണ്ട്, റീസെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ കയ്യിലുള്ള മറ്റ് ചെടികളെക്കുറിച്ച് അറിയാൻ എൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ചെടികളുടെ മണിമുല്ലേൻ്റെ ചെടീൻ്റെ പ്ലാന്റ് സൈസാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. മറ്റുള്ള ചെടി 4 ചെടീൻ്റെയും ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ 4 കാണിച്ചിട്ടുള്ള അതേ ചെടികളാട്ടോ സെയിലിനുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതുപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൂടെ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യൂ. ബാക്കി എല്ലാ സഹായ സഹകരണങ്ങളും അറിയാലോ. അതുപോലെ ചെയ്യൂ. ഞാൻ അടുത്ത വീഡിയോ ഉടനെ ഇടാം.